നമസ്കാരം. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ഹൈവേ പട്രോളിംഗിനിടെ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കാലുകൾ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു നീക്കി. ഹോസ്ദുർഗ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് 32 വയസ്സ്, അലോഷ്യസ് 39 വയസ്സ് ഇവർക്കാണ് ഈ വിധി വന്നിരിക്കുന്നത്. മംഗളൂരുവിലെ തേജസ്വിനി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ഐങ്ങോത്ത് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. പാതയോരത്ത് അപകടകരമായ രീതിയിൽ നിർത്തിയിട്ടിരുന്ന നാഷണൽ പെർമിറ്റ് ലോറികളോട് അവിടെ നിന്നും മാറിപ്പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. ഈ സമയത്താണ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞെടുത്തത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിന് പിന്നിൽ നിൽക്കുകയായിരുന്ന സൂരജിനെയും അലോഷ്യസിനെയും കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെ ഇടിച്ച കാർ തൊട്ടു മുന്നിലുണ്ടായിരുന്ന പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. ഇതോടെ 2 വാഹനങ്ങൾക്കുമിടയിൽ പെട്ടുപോയ പോലീസുകാരുടെ കാലുകൾക്ക് മാരകമായ ചതവുകളും പരിക്കുകളുമേറ്റു. ഉടൻ തന്നെ ഇവരെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചിട്ടും കാലുകളിലെ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ശസ്ത്രക്രിയയിലൂടെ കാലുകൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. ഒരാളുടെ കാൽമുട്ടിന് താഴെ വെച്ചും മറ്റൊരാളുടെ കാൽപാദവുമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ മുൻ താരം കൂടിയായ സൂരജിന് ഈ അപകടം കരിയറിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇവർക്കിനി പോലീസ് ഫോഴ്സിൽ തുടരാനാകില്ലെന്നും മറ്റ് സർക്കാർ വകുപ്പുകളിലെ തസ്തികകളിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് ഔദ്യോഗികമായ വിവരം. ഡ്യൂട്ടിക്കിടയിലുണ്ടായ ഈ ദാരുണമായ അപകട വിവരമറിഞ്ഞ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ എന്നിവർ ഉദ്യോഗസ്ഥരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നേരിട്ട് അന്വേഷിച്ചു. പരിക്കേറ്റ CPOമാർക്ക് ആവശ്യമായ ഏറ്റവും മികച്ച ചികിത്സയും കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും അടിയന്തരമായി ലഭ്യമാക്കാൻ ഇരുവരും ജില്ലാ പോലീസ് മേധാവിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ വാഹനത്തിനും ഡ്രൈവർക്കുമെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് നിയന്ത്രണം തെറ്റി വന്നെത്തിയ വാഹനമാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമായി തീർന്നത്. പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചു കയറിയത്. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ 2 വാഹനങ്ങൾക്കുമിടയിൽ പെട്ടുപോയത്. അവരുടെ കാലുകൾ മുകളിലേക്ക് ഉയർത്താൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വളരെ ചതവുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്.